ഇന്ന് ഒരു ലെമണേഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വിറ്റാമിൻ സിയുടെ ഒരു കലവറയാണ് ഇന്നത്തെ നമ്മുടെ ലെമണേഡ് എന്ന് പറയുന്നത്. ആൻറ്റി ഓക്സിഡൻസും ഫൈബറും ഒക്കെ റിച്ച് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഹെൽത്തിന്, ഹാർട്ട്, സ്കിന്നിൻ്റെ ഒക്കെ ഹെൽത്തിനും പിന്നെ വെയിറ്റ് ലോസിനും ഒക്കെ പറ്റുന്ന ഒരു ലെമൺ ഡ്രിങ്ക് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കിവി ഫ്രൂട്ട് ആണ്. നമ്മൾ 2 ഗ്ലാസ് ലെമണേഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 2 കിവി ഫ്രൂട്ട് അതിന് തൊലി കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ലെമണിൻ്റെ ജ്യൂസ് വേണം. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ്, പിന്നെ സോൾട്ടാണ് വേണ്ടത്. ഇവിടെ ബ്ലാക്ക് സോൾട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഹിമാലയൻ പിങ്ക് റോക്ക് സോൾട്ടോ സാധാരണ ഉപ്പോ അല്ലെങ്കിൽ ചാട്ട് മസാലയോ എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. എന്നാൽ നമ്മൾ ഇന്ന് പഞ്ചസാരയായിട്ടല്ല ചെയ്യുന്നത്, നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പഞ്ചസാര ഇട്ട് ഈ ഫ്രൂട്ടൊക്കെ ഒത്തിരി അടിക്കുമ്പോഴത്തേക്കിന് പഞ്ചസാര അലിയാൻ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തൊക്കെ ഉള്ള കുരുവൊക്കെ ഉണ്ടല്ലോ, ഈ ചെറിയ സീഡ്സ് ഒക്കെ, അതെല്ലാം കൂടി ഒത്തിരി അങ്ങ് മിക്സ് ആവും. അതുണ്ടാകാതിരിക്കാനായിട്ടാണ് നമ്മൾ ഷുഗർ സിറപ്പ് ഉപയോഗിക്കുന്നത്. പല ജ്യൂസിനും ഷുഗർ സിറപ്പ് നമ്മൾ ഉപയോഗിച്ചാൽ കൂൾ ബാറിലൊക്കെ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം, പിന്നെ കിവി ഫ്രൂട്ടിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കണം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ 6 ടേബിൾ സ്പൂൺ ഷുഗറും അത്രയും തന്നെ വെള്ളവും, അപ്പോൾ 1 കപ്പ് ഷുഗറും 1 കപ്പ് വെള്ളമാണത്. അത് ഒരുമിച്ച് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചാൽ മാത്രം മതി, അത് കുറുകാനും വറ്റാനും ഒന്നും നോക്കി നിൽക്കേണ്ട കാര്യമില്ല. തിളപ്പിച്ച് നന്നായിട്ട് ഷുഗർ എല്ലാം അലിഞ്ഞു കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെച്ച് തണുപ്പിക്കാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കിവിയുടെ പേസ്റ്റ് ഉണ്ടാക്കാം. ഒരു ജാറിലേക്ക് കിവി ഫ്രൂട്ട് എടുത്തിട്ട്, മിക്സിയുടെ ജാറിലേക്ക് കിവി ഫ്രൂട്ട് എടുത്തിട്ട് അതിലേക്ക് ലെമൺ ജ്യൂസും പിന്നെ സോൾട്ടും, ഇവിടെ ബ്ലാക്ക് സോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് 3 ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ നമ്മൾ കിവിയുടെ ഫ്രൂട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് 2 സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുരുവൊക്കെ അധികം അടിച്ചു പോകാതെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂണിൻ്റെ ഷുഗർ സിറപ്പ് എന്ന് പറയുമ്പോൾ 1 കപ്പ് സിറപ്പ് നമ്മൾ 2 ഗ്ലാസ്സിലേക്കുമായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ബാക്കി നമുക്ക് കൂൾ വാട്ടർ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഐസ് വാട്ടറും ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് നമ്മുടെ ഈ ലെമണേഡിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ അസൂയപ്പെടുന്ന പോലെ നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ആകും. അതുകൊണ്ടാണ് ഇതിന് ഗ്രീൻ എൻവി എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പം ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരു ഫ്രൂട്ട് ടൂത്ത് പിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഗ്രീൻ എൻവി ലെമണേഡിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. കിവിയും ലെമണും വിറ്റാമിൻ സി ഒരുപാടുള്ള ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ കൊറോണ ടൈമിൽ, കോവിഡ് ടൈമിലൊക്കെ നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ടും വെയിറ്റ് ലോസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ലെമണേഡാണ്. നമ്മുടെ ലെമണേഡ് റെസിപ്പീസ് ഈ സമ്മർ 2021 10 ലെമണേഡ് റെസിപ്പിയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതിനകത്തെ 3ാമത്തെ റെസിപ്പിയാണിത് കേട്ടോ. കഴിഞ്ഞ 2 എണ്ണം കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. പിന്നെ ആരെങ്കിലും ആദ്യമായി ഇന്ന് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബാക്കിയുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് കാണാൻ കിട്ടും. പോരാത്തതിന് നമ്മുടെ ചാനലിൽ കേരള അതെൻറ്റിക് റെസിപ്പീസ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ബ്യൂട്ടി ടിപ്സ്, ഗാർഡൻ ടിപ്സ്, പിന്നെ നല്ല എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഉടൻ തന്നെ ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. May God bless you all. With love, Merin teacher.